സഞ്ജുവിന് തരാം, പകരം ജഡേജയെയും ഗെയ്ക്വാദിനെയും കിട്ടണം. ചില്ലറ ആവശ്യമൊന്നുമല്ല രാജസ്ഥാൻ ചെന്നൈക്ക് മുന്നിൽ വെക്കുന്നത്. CSKയിലേക്കുള്ള സഞ്ജുവിന്റെ കൂടുമാറ്റം സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ക്രിക്കറ്റ് സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കാണ്. സഞ്ജു രാജസ്ഥാൻ വിടാൻ പൂർണ്ണ സന്നദ്ധത അറിയിച്ചതോടെ ചെന്നൈ നീക്കം ശക്തമാക്കി. അതേസമയം ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളെ വിട്ടു നൽകുമ്പോൾ ഡീൽ ലാഭകരമാക്കാനുള്ള ശ്രമങ്ങളിലാണ് രാജസ്ഥാൻ. സഞ്ജുവിനെ ഒരു സ്വാപ്പ് ഡീലിലൂടെയാകും രാജസ്ഥാൻ ചെന്നൈക്ക് കൈമാറുക എന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകളുണ്ട്. എന്നാൽ ഇതുവരെ ടീം പകരം ചോദിച്ച താരങ്ങൾ ആരാണെന്ന വിവരം പുറത്തു വന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് സഞ്ജുവിന് പകരം ജഡേജയെയും ഗെയ്ക്വാദിനെയുമാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ശിവൻ ദുബെയുടെ പേരും ഇക്കൂട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ചെന്നൈ ഈ ആവശ്യം തള്ളി എന്നാണ് വിവരം. ഇതോടെ സഞ്ജുവിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. ചെന്നൈക്ക് പുറമെ മറ്റു പല ഫ്രാഞ്ചൈസികളുമായും രാജസ്ഥാൻ ഉടമ മനോജ് ബദാലെ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ മിനി താരലേലത്തിന് മുമ്പ് തന്നെ താരത്തിന്റെ ട്രേഡ് നടക്കും എന്നാണ് കരുതപ്പെടുന്നത്. രാജസ്ഥാൻ മാനേജ്മെന്റും സഞ്ജുവും തമ്മിൽ കഴിഞ്ഞ സീസൺ മുതൽ തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ജോസ് ബട്ട്ലറെ വിട്ടുകളഞ്ഞ തീരുമാനത്തിലടക്കം സഞ്ജു പിന്നീട് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ആരാധകർ കണ്ടു. ബട്ട്ലറെ നിലനിർത്താതിരുന്നത് എന്നെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു. ഇംഗ്ലീഷ് സീരീസിൽ വച്ചൊരിക്കൽ ബട്ട്ലറെ കണ്ടപ്പോൾ ഞാൻ അക്കാര്യം അദ്ദേഹത്തോട് തുറന്നു സംസാരിച്ചു. IPL ഏതെങ്കിലും ഒരു കാര്യം മാറ്റാൻ എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ഓരോ 3 വർഷം കൂടുമ്പോഴും താരങ്ങളെ റിലീസ് ചെയ്യണം എന്ന നിയമം ഞാൻ എടുത്തു കളയുമായിരുന്നു. സഞ്ജു അടുത്തിടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. കോച്ച് രാഹുൽ ദ്രാവിഡുമായും പല കാര്യങ്ങളിലും സഞ്ജുവിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. സഞ്ജുവിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സഞ്ജുവും ദ്രാവിഡും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വമ്പൻ തുക മുടക്കി ടീം നിലനിർത്തിയ താരത്തെ 1 വർഷം പിന്നിടുമ്പോഴേക്കും എങ്ങനെയാണ് വിട്ടുകളയുന്നത്? അദ്ദേഹത്തിന് ചുറ്റും ഒരു ടീമിനെ കെട്ടിപ്പടുത്ത ശേഷം പൊടുന്നനെ അയാളെ റിലീസ് ചെയ്യുമ്പോൾ ടീമിന്റെ ബാലൻസിനെ അത് ബാധിക്കില്ലേ? രാജസ്ഥാൻ 2008 ശേഷം ഒരു IPL കിരീടം നേടിയിട്ടില്ല എന്ന് കൂടി കൊടുക്കണം, ശ്രീകാന്ത് പറഞ്ഞു. അതേസമയം ഗെയ്ക്വാദും ജഡേജയുമല്ല മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പയുടെ മനസ്സിലുള്ളത്. മറ്റു 2 താരങ്ങളെ സ്വാപ്പ് ഡീലിൽ രാജസ്ഥാൻ ചെന്നൈയോട് ആവശ്യപ്പെടണം എന്നാണ് ഉത്തപ്പയുടെ അഭിപ്രായം. രാജസ്ഥാൻ നിരയിലേക്ക് ഒരു മികച്ച ഫിനിഷറെയാണ് ഇപ്പോൾ ആവശ്യം. അവിടെ ആകെ ഒരു ഹെഡ്മേറാണുള്ളത്. അദ്ദേഹമാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ മോശം ഫോമിലായിരുന്നു. അശ്വിനൊപ്പം വിജയ് ശങ്കറിനെയോ സാം കർണയോ ടീം ആവശ്യപ്പെടണം, ഉത്തപ്പ പ്രതികരിച്ചു. എന്നാൽ സഞ്ജു ചെന്നൈ നിരയിലെത്താൻ സാധ്യത വളരെ കുറവാണെന്നാണ് അശ്വിൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. രാജസ്ഥാൻ പകരം ചോദിക്കുന്ന താരങ്ങളെ വിട്ടു നൽകാൻ CSK സന്നദ്ധമാവില്ലെന്നും അതിനാൽ തന്നെ ഈ ട്രേഡ് സാധ്യമാവില്ലെന്നുമാണ് അശ്വിന്റെ പ്രതികരണം. അതേസമയം രാജസ്ഥാൻ സഞ്ജുവിനെ ടീം വിടാൻ അനുവദിച്ചില്ലെങ്കിൽ താരത്തിന് ഫ്രാഞ്ചൈസിക്കൊപ്പം തുടരേണ്ടി വരും. 18 കോടി മുടക്കിയാണ് സഞ്ജുവിനെ പോയ സീസണിൽ ഫ്രാഞ്ചൈസി നിലനിർത്തിയത്. ഈ കരാർ 3 വർഷം നീണ്ടു നിൽക്കുന്നതിനാൽ തന്നെ ടീം വിടാൻ ഫ്രാഞ്ചൈസി അനുവദിച്ചാലേ താരത്തിന്റെ കൂടുമാറ്റം സാധ്യമാകൂ. തന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ക്രിക്കറ്റ് സർക്കിളുകളിൽ നിറയുന്ന സമയത്താണ് ഉറ്റ സുഹൃത്തും മുൻ രാജസ്ഥാൻ താരവുമായ അശ്വിന്റെ പോഡ്കാസ്റ്റിൽ സഞ്ജു പ്രത്യക്ഷപ്പെട്ടത്. രാജസ്ഥാനൊപ്പമുള്ള തന്റെ അവിസ്മരണീയമായ അനുഭവങ്ങൾ പങ്കുവച്ച താരം ഫ്രാഞ്ചൈസി ഉടമകളെയും രാഹുൽ ദ്രാവിഡിനെയും വാനോളം പുകഴ്ത്തി. രാജസ്ഥാൻ റോയൽസ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ലോകം തന്നെയായിരുന്നു. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന പയ്യനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആ ഫ്രാഞ്ചൈസിയാണ്. രാഹുൽ ദ്രാവിഡും മനോജ് ബദാലെയും എനിക്ക് ആ വലിയ വേദിയിൽ പാഡ് കെട്ടിയിറങ്ങാൻ അവസരം നൽകി. തുടക്കം മുതൽ തന്നെ എന്നവർ വിശ്വാസമർപ്പിച്ചു, സഞ്ജു പറഞ്ഞു വച്ചു. ഏതായാലും സഞ്ജുവിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വ്യക്തമായൊരു ചിത്രം ലഭിക്കാൻ ആരാധകർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും.